അതായത് ഈ ഡി മണിയുമായി ബന്ധപ്പെടുന്ന മാധ്യമ പ്രവർത്തകരോടെല്ലാം അദ്ദേഹം പറയുന്നത് തനിക്ക് കേരളവുമായി ഒരു ബന്ധമില്ല, ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്, ഇതിൽ തനിക്ക് പങ്കില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നൊക്കെയാണ് ഈ ബന്ധപ്പെടുന്ന മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. പക്ഷേ SIT എങ്ങനെയാണ് ഇത് ഡി മണി തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്? ഇത്തരത്തിൽ ഡി മണിയിലേക്ക് എത്തുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ ഫോണിൽ ഡി മണിയുടെ നമ്പറുണ്ട്. കൂടാതെ തന്നെ ഇയാൾ ഇറിഡിയം അടക്കം വ്യാപാര തട്ടിപ്പിൽ അടക്കം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ ഇയാൾക്ക് സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ആ ഒരു ബിസിനസ് മാർക്കറ്റിലുള്ള വ്യക്തി കൂടിയാണ് ഡി മണി. ഡി മണിയിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യത്തിൽ ആദ്യം SITക്ക് പ്രാഥമികമായിട്ട് ഈ ഡി മണി എന്ന ബാലമുരുകൻ ഇയാളുടെ ഐഡന്റിറ്റി കൃത്യമാക്കുന്ന ഇയാൾ തന്നെയാണ് ഈ വ്യക്തി എന്ന ഇതിലെത്തുകയായിരുന്നു SITയുടെ ലക്ഷ്യം. തുടർന്ന് SIT ദിണ്ടിക്കലിലെത്തി ഇയാൾ തന്നെയാണ്, ഡി മണി തന്നെയാണ്, ഈ ബാലമുരുകൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് SIT എത്തുകയായിരുന്നു. കൂടാതെ തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ ഈ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല, സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ ഇതേ ഡി മണി തന്നെ തന്റെ ഐഡന്റിറ്റി അടക്കം മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങളോടടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡി മണി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇയാൾക്കെതിരെ ഈ മൊഴി നൽകിയ പ്രവാസി വ്യവസായി തന്നെ ഡി മണിയാണ് ആ വ്യക്തി എന്ന് ഇപ്പോൾ ഇയാളുടെ ദൃശ്യങ്ങൾ കണ്ട് SITക്ക് മൊഴി നൽകിയിരിക്കുകയാണ്. SIT ഡി മണിയുടെ ദൃശ്യങ്ങൾ ഈ പ്രവാസി വ്യവസായിക്ക് കാണിച്ചു കൊടുക്കുകയും ഇയാൾ തന്നെയാണ് താൻ മൊഴി നൽകിയ വ്യക്തി, അന്താരാഷ്ട്ര തലത്തിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് താൻ ചൂണ്ടിക്കാട്ടിയ വ്യക്തി ഇയാൾ തന്നെ എന്ന മൊഴി ഈ പ്രവാസി വ്യവസായി നൽകിയിരിക്കുകയാണ്. ഇനി ഈ പിടിച്ചെടുത്ത രേഖകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ജനുവരി 4-നോ 5-നോ ഉള്ള ചോദ്യം ചെയ്യലിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. നമുക്കറിയാം SIT ഒരു രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ട വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഒരു മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ചെയ്യലിന് ശേഷം നമുക്ക് കൂടുതൽ ഇതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് കരുതുന്നത്. ജീന, അതായത് കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയായിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട ഒരു പരാതിയൊക്കെ ഉയർന്നിരുന്നു. അതിലൊക്കെ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചന SITക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ രണ്ട് കേസുകളിലും അന്വേഷണം ഇതുവരെ ക്ലബ്ബ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പോറ്റി കഴിഞ്ഞ 18-ാം തീയതി 15 ലക്ഷം രൂപ ഒരു വിജേഷ് കുമാർ എന്ന് പറയുന്ന മണ്ണന്തല സ്വദേശി ഒരു 15 ലക്ഷം രൂപ നൽകുകയും എന്നാൽ ഇയാൾക്ക് ഇറിഡിയം കൈമാറുകയും അത് വ്യാജ ഇറിഡിയമായ ഒരു സാഹചര്യത്തിൽ അയാൾ ഫോർട്ട് പോലീസിന് പരാതിയുമായിട്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യമാണുള്ളത്. ഫോർട്ട് പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇറിഡിയം അടക്കമുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം ഇത്തരത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്, ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നതിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ഈ ഒരു കേസുകളൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടെ പരിശോധിക്കുമെന്നാണ് നിലവിൽ കരുതുന്നത്. ജീന, അനിസയാണ് വിവരങ്ങൾ നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്ത ചെന്നൈ വ്യവസായി ഡി മണി തന്നെയാണെന്ന് SIT സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രവാസി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ചാണ് സ്ഥിരീകരിച്ചത്. MS മണി ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോറ്റിയെ തനിക്ക് അറിയില്ല, സ്വർണ്ണക്കൊള്ള കേട്ടുകേൾവി മാത്രമാണ്, താൻ സ്വർണ്ണ വ്യാപാരി മാത്രമാണ്, കേരളവുമായി യാതൊരു ബന്ധമൊന്നുമില്ല തുടങ്ങി ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് മണി സംസാരിച്ചത്. പക്ഷേ SITക്ക് ഇത് സ്ഥിരീകരിക്കാവുന്ന ചില രേഖകളടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഡി മണി തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സനിസ, അങ്ങനെയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നേരിട്ടുള്ള ഈ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ നിർണായകമായ ചില രേഖകളടക്കം പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു കടത്ത് അല്ലെങ്കിൽ വിഗ്രഹ കടത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഏത് രീതിയിലാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് എന്നതൊക്കെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള സൂചനകൾ എന്താണ് ലഭിക്കുന്നത്? കൂടുതൽ ഈ കേസ് വ്യാപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ജീന,
ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചെമ്പ് എന്ന മെൻഷൻ രേഖപ്പെടുത്തി 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ചെന്നൈയിലേക്കാണ്, സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഇത് കൊണ്ടുപോയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ വരുന്ന വിവരങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ദിണ്ടിക്കലിലാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് ഒരു വിദേശ ഒരു പ്രവാസി വ്യവസായി തന്നെ മൊഴി നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായ ചെന്നിത്തല അടക്കം ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് ഒരു വ്യവസായിയുടെ മൊഴി അദ്ദേഹം അടക്കം ഇത് ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ 500 കോടിയുടെ ഇത്തരത്തിൽ വ്യാപാരം നടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൽ നിന്ന് വ്യാപകമായി പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം ഇത്തരത്തിൽ കടത്തപ്പെടുന്ന ഒരു മാഫിയമായി ഇത്തരം സംഘങ്ങൾക്ക്, ഈ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട സംഘങ്ങൾക്ക്, കോക്കസുകൾക്ക് ബന്ധമുണ്ട് എന്നൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇനി കൂടുതൽ ഇതിലൊരു വ്യക്തത വരണമെങ്കിൽ എന്തായാലും ഈ 4-5 ഈ ജനുവരി 4-നോ 5-നോ നടക്കുന്ന ഒരു ചോദ്യം ചെയ്യലിലായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തത വരുക. കൂടാതെ തന്നെ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഈ ഇറിഡിയം കേസിലും രേഖകൾ തമിഴ്നാട് പോലീസിൽ നിന്ന് നിലവിൽ SIT ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസിൽ ഈ ഡിമണിക്ക് ബന്ധമുണ്ടോ, ഈ ഇറിഡിയം കടത്തുമായിട്ട് ഏതെങ്കിലും ഒരു കേസിൽ കേരളവുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ SIT അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാകുമ്പോൾ ഈ 4-ഓ 5-നോ ഈ ചോദ്യം ചെയ്യൽ നടന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും കേരളവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ, അതുപോലെ ഇറിഡിയവുമായി ബന്ധപ്പെട്ട ഒക്കെയുള്ള കേസുകളിൽ ഒരു വ്യക്തത വരുത്താൻ SIT ഇതിലൂടെ ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീന. ശരി, ഏതായാലും ബാലമുരുകൻ എന്നാണ് ഡി മണിയുടെ യഥാർത്ഥ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് ഇയാൾ. നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ SIT നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ കുഴപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞത്. അന്വേഷണ സംഘത്തിനോട് പറയുന്നത് താൻ ഡി മണിയല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരാളുടെ മൊബൈൽ, ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമാണുള്ളത്, കേരളവുമായിട്ട് ഒരു ബന്ധമില്ല, യാതൊരു തരത്തിലുള്ള വ്യവസായ ബന്ധം പോലും കേരളവുമായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതുപോലെ അദ്ദേഹത്തിന്റെ ഓഫീസിലും റെയ്ഡിലും അടക്കം SIT റെയ്ഡ് നടത്തുകയും ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ SIT ചെയ്തിട്ടുള്ളത്. ഇനി നേരിട്ട് ഹാജരാകാൻ, കേരളത്തിലെത്തി നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അടുത്ത മാസം 4-ഓ 5-ഓ തീയതികളിലായി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശബരിമലയിൽ നിന്നടക്കം കൊള്ളയ്ക്ക് പുറമെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില മൊഴികളും പ്രവാസി വ്യവസായി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സനിസ, ഇപ്പോൾ പ്രധാനമായും ഇത് എന്ന് ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SIT കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഇയാളിൽ നിന്ന് ചോദിച്ചറിയണം? SIT സംഘം സംശയിക്കുന്നത് എന്തൊക്കെയാണ്? നിലവിൽ SIT നോട്ടീസ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാവാനാണ്. ജനുവരി 4-5 തീയതികളിലാണ് ഹാജരാവാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്.